നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിച്ചെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഷിഹാന പ്രോസ്റ്റഗ്ലാൻഡിന്റെ ഡെഫിനിഷൻ പറ. ഉം, 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 ഉം. ഓക്കെ, റിസാന റെഗുലേഷൻ ഓഫ് BP എങ്ങനെയാ? ഓക്കെ, ഓക്കെ, ഗുഡ്. സോന, ഇൻഫ്ലമേഷൻ എങ്ങനെയാ? ഉം, 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 ഉം. ഓക്കെ, മുസ്ന റീപ്രൊഡക്ഷനിൽ എങ്ങനെയാ? മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി എന്ന് പറഞ്ഞാൽ എന്താ? അബോഷൻ, അബ്സോർപ്ഷൻ അല്ല, അബോഷൻ. അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ ഹുസ്ന? അബോഷൻ എന്ന് പറഞ്ഞാലോ? അബോഷൻ എന്ന് പറഞ്ഞാലോ? ഓക്കെ, രണ്ടും തമ്മിൽ എത്ര വ്യത്യാസം ഉണ്ടല്ലേ? മ്യൂട്ട് ചെയ്തു. ഓക്കെ, നമുക്ക് നാലാമത്തെ പോയിന്റിലോട്ട് പോകാം. നാലാമത്തത് പെയിൻ ആൻഡ് ഫീവർ. പെയിൻ ആൻഡ് ഫീവർ എന്താ നോക്കാം. ഇൻ ദാറ്റ് ഫസ്റ്റ് പോയിന്റ്, പൈറോജൻസ് പ്രൊമോട്ട് പ്രോസ്റ്റോഗ്ലാൻഡിൻ സിന്തസിസ് ലീഡിംഗ് ടു ദ ഫോർമേഷൻ ഓഫ് PGE2 ഇൻ ഹൈപ്പോതലാമസ് റെഗുലേഷൻ ഓഫ് ബോഡി ടെമ്പറേച്ചർ. അതായത് പൈറോജൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സബ്സ്റ്റൻസ്, അതായത് ഒരു ഘടകമാണ്. അതായത് ബാക്ടീരിയ പ്രൊഡ്യൂസ് ചെയ്യുന്ന, ബാക്ടീരിയ ബ്ലഡിൽ റിലീസ് ചെയ്യുന്ന ഒരു ഘടകമാണ്. ഓക്കെ, ബാക്ടീരിയ റിലീസ് ചെയ്യുന്ന ഒരു ഘടകമാണ് പൈറോജൻ എന്ന് പറഞ്ഞാൽ. ആ പൈറോജൻ ആണ് പനിയൊക്കെ ഉണ്ടാക്കുന്ന ഘടകം. ഓക്കെ, അതുകൊണ്ട് പറയാം പൈറോജൻസ് പ്രൊമോട്ട് പ്രോസ്റ്റോഗ്ലാൻഡിൻ സിന്തസിസ്. അതായത് പൈറോജൻ ആണ് ഞാൻ പറഞ്ഞ, അതായത് ബാക്ടീരിയ പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ റിലീസ് ചെയ്യുന്ന ഒരു ഘടകമാണ്. ഇതാണ് ഫീവർ ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഈ പൈറോജൻസ് എന്ത് ചെയ്യാണ്? പൈറോജൻസ് പ്രൊമോട്ട് പ്രോസ്റ്റോഗ്ലാൻഡിൻ സിന്തസിസ്. പൈറോജൻസ് എന്ത് ചെയ്യും? പ്രോസ്റ്റോഗ്ലാൻഡിൻ എന്ന് പറഞ്ഞ ഘടകത്തിന്റെ ഉൽപാദനത്തെ കൂട്ടും. അതിന്റെ സിന്തസിസ് എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രൊഡക്ഷനെ കൂട്ടും. Then leading to the formation of PGE2 in hypothalamus regulation of body temperature. അതായത് ഇത് എന്തിലോട്ട് നയിക്കുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് പ്രോസ്റ്റോഗ്ലാൻഡിന്റെ ഉൽപാദനം എന്തിലോട്ട് നയിക്കുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ PGE2 എന്ന് പറഞ്ഞ ഘടകത്തിന്റെ ഫോർമേഷനിലോട്ട്, അതിന്റെ രൂപവൽക്കരണത്തിലോട്ട് നയിക്കും. അതായത് ഇത് എവിടെയാണ് ഫോം ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈപ്പോതലാമസ് ആണ്. ഹൈപ്പോതലാമസ് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചു, അവിടെയാണ് ബോഡി ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യുന്ന സൈറ്റ്. അതായത് ബോഡി ടെമ്പറേച്ചർ മീൻസ് ശരീര താപനിലയെ നിയന്ത്രിക്കുന്ന സൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിന്റെ കേന്ദ്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈപ്പോതലാമസ് ആണ്. ഈ ഹൈപ്പോതലാമസിൽ PGE2 എന്ന് പറഞ്ഞ ഘടകം രൂപം കൊള്ളും. അതിന്റെ ഫോർമേഷൻ ആണ് കാരണമാകുന്നത്. ഒന്നുകൂടി പറയാം. ഫസ്റ്റ് പോയിന്റ്, പൈറോജൻസ് പ്രൊമോട്ട് പ്രോസ്റ്റോഗ്ലാൻഡിൻ സിന്തസിസ് leading to the formation of PGE2 in hypothalamus regulation of body temperature. അതായത് പൈറോജൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾറെഡി പറഞ്ഞു, എ സബ്സ്റ്റൻസ് പ്രൊഡ്യൂസ്ഡ് ഓഫ് ബാക്ടീരിയ. അതായത്
ബാക്ടീരിയ പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ബാക്ടീരിയ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഘടകമാണ് പൈറോജൻ. പൈറോജൻ ആണ് ഫീവർ ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഈ പൈറോജൻ പ്രൊമോട്ട് പ്രോസ്റ്റോഗ്ലാൻഡിൻ സിന്തസിസ്. പൈറോജൻ എന്തിനു സഹായിക്കുകയാണ്? പ്രോസ്റ്റോഗ്ലാൻഡിന്റെ ഉൽപാദനത്തെ അല്ലെങ്കിൽ അതിന്റെ പ്രൊഡക്ഷനെ പ്രൊമോട്ട് ചെയ്യുകയാണ്. അത് എന്തിലോട്ട് നയിക്കുന്നത്? ലീഡിങ് ടു ദ ഫോർമേഷൻ ഓഫ് PGE2 ഇൻ ഹൈപ്പോതലാമസ്. അത് എന്തിലോട്ട് നയിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈപ്പോതലാമസിൽ PGE2 എന്ന് പറഞ്ഞ ഘടകത്തിന്റെ ഫോർമേഷന് കാരണമാകും. അതായത് ഹൈപ്പോതലാമസിലാണ് എന്ത് നടക്കുന്നത്? ബോഡി ടെമ്പറേച്ചറിന്റെ റെഗുലേഷൻ നടക്കുന്നത്. അതായത് ശരീര താപനിലയുടെ നിയന്ത്രണം നടക്കുന്നത് ഹൈപ്പോതലാമസ് എന്ന് പറഞ്ഞ ബ്രെയിനിന്റെ ഭാഗത്താണ്. ക്ലിയർ ആയോ? പോയിന്റ് ക്ലിയർ ആയോ? Is it clear? Okay. Second point, histamine and bradykinin causes pain. Histamine and bradykinin cause pain. അതായത് ഹിസ്റ്റാമിൻ ഓൾറെഡി നമ്മൾ പഠിച്ചു. അത് മീൻസ് അലർജിക് റിയാക്ഷൻസ് ഒക്കെ ഉണ്ടാക്കുന്ന ഘടകം. അതായത് ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്. അതിന്റെ ഓരോ ഫിസിയോളജിക്കൽ ഇഫക്റ്റും അല്ലെങ്കിൽ ഫിസിയോളജി എന്ന് പറഞ്ഞിട്ട് തന്നെ നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, ഹിസ്റ്റാമിൻ അതുപോലെ തന്നെ ബ്രാഡിക്കിനിൻ. ബ്രാഡിക്കിനിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് പെയിൻ മെക്കാനിസത്തിൽ ഇൻവോൾവ് ചെയ്യുന്ന ഒരു ഘടകമാണ്. അതായത് എ കോമ്പൗണ്ട് റിലീസ്ഡ് ഇൻ ദ ബ്ലഡ് കോസ് കൺട്രാക്ഷൻ ഓഫ് സ്മൂത്ത് മസിൽ ആൻഡ് ഡയലേഷൻ ഓഫ് ബ്ലഡ് വെസൽ. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി, എന്താണെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കേണ്ട. ബ്രാഡിക്കിനിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെയിൻ മെക്കാനിസത്തിൽ ഇൻവോൾവ് ആകുന്ന ഒരു ഘടകമാണ്. അതായത് ഇത് ബ്ലഡിലാണ് റിലീസ് ചെയ്യുന്നത്, ബ്ലഡിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു ഘടകമാണ്. ഇത് പെയിൻ മെക്കാനിസത്തിലൊക്കെയാണ് ഇൻവോൾവ് ചെയ്യുന്നത്. ഓക്കെ, അതായത് സ്മൂത്ത് മസിൽസിന്റെ കൺട്രാക്ഷന് കാരണമാകും, അതുപോലെ തന്നെ ബ്ലഡ് വെസൽസിന്റെ ഡയലേഷൻ ഒക്കെ കാരണമാകും. ഓക്കെ, അങ്ങനെ ഒരു ഘടകമാണ് ഈ ബ്രാഡിക്കിനിൻ. ആ ബ്രാഡിക്കിനിനും ഹിസ്റ്റാമിനും എന്തിന് കാരണമാകുകയാണ്? പെയിന് കാരണമാകും. ഓക്കെ, ഒന്നുകൂടി പറയാം, ഹിസ്റ്റാമിൻ ആൻഡ് ബ്രാഡിക്കിനിൻ കോസസ് പെയിൻ. ഓക്കെ, അതായത് ഹിസ്റ്റാമിൻ എന്ന് പറഞ്ഞ ഘടകം അതുപോലെ തന്നെ ബ്രാഡിക്കിനിൻ എന്ന് പറഞ്ഞ ഘടകവും പെയിൻ ഉണ്ടാക്കും അല്ലെങ്കിൽ പെയിന് കാരണമാകും. ബ്രാഡിക്കിനിൻ എന്ന് പറഞ്ഞ ഘടകം ഞാൻ പറഞ്ഞു ബ്ലഡിൽ റിലീസ് ആവുന്ന ഒരു ഘടകമാണ്. ഇത് പെയിൻ മെക്കാനിസത്തിലാണ് ഇൻവോൾവ് ചെയ്യുന്നത്. അതായത് സ്മൂത്ത് മസിൽസിന്റെ കൺട്രാക്ഷന് കാരണമാകും, അതുപോലെ തന്നെ ബ്ലഡ് വെസൽസിന്റെ ഒക്കെ ഡയലേഷൻ ഒക്കെ കാരണമാകും. ക്ലിയർ ആയ രണ്ടാമത്തെ പോയിന്റ്? Is it clear? Okay. Then third point, aspirin and other non-steroidal drugs inhibit prostaglandin synthesis and thus control fever and relieve pain. അതായത് ആസ്പിരിനും അതുകൂടാതെ തന്നെ അതായത് നോൺ സ്റ്റിറോയിഡൽ ഡ്രഗ്സ് NSAIDസും ആണ് എന്തിനെ തടയുന്നത്? പ്രോസ്റ്റഗ്ലാൻഡിൻ സിന്തസിസിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നത്. അതായത് പ്രോസ്റ്റഗ്ലാൻഡിന്റെ ഉൽപാദനത്തെ തടയുന്നത്. ആൻഡ് ദസ് കൺട്രോൾ ഫീവർ ആൻഡ് റിലീവ് പെയിൻ. ഇത് എന്തിലോട്ട് നയിക്കുക? അതായത് പ്രോസ്റ്റഗ്ലാൻഡിനെ കൺട്രോൾ ചെയ്യാൻ ആസ്പിരിനും NSAIDസും സഹായിക്കുന്നുണ്ട്. അതുവഴി ഫീവർ കൺട്രോൾ ചെയ്യാനും പറ്റും, അതുപോലെ തന്നെ പെയിന് കുറയ്ക്കാനും സാധിക്കും. എന്നോട് വായിക്കാം, ആസ്പിരിൻ ആൻഡ് അതർ നോൺ സ്റ്റിറോയിഡ് ഡ്രഗ്സ് ഇൻഹിബിറ്റ് പ്രോസ്റ്റോഗ്ലാൻഡിൻ സിന്തസിസ് ആൻഡ് ദസ് കൺട്രോൾ ഫീവർ ആൻഡ് റിലീവ് പെയിൻ. അതായത് ആസ്പിരിനും അതുപോലെ തന്നെ NSAIDs എന്ന് പറഞ്ഞ ഡ്രഗ്സ് ഒക്കെ പ്രോസ്റ്റോഗ്ലാൻഡിന്റെ ഉൽപാദനത്തെ തടയും. അങ്ങനെ തടയുന്നത് വഴി നമുക്ക് ഫീവറിനെ കൺട്രോൾ ചെയ്യാനും അതുപോലെ തന്നെ പെയിൻ കുറയ്ക്കാനൊക്കെ സാധിക്കും. Is it clear? ക്ലിയർ ആയോ? ഓക്കെ, നമുക്ക് അഞ്ചാമത്തെ പോയിന്റിലോട്ട് പോകാം. അഞ്ചാമത്തത് റെഗുലേഷൻ ഓഫ് ഗ്യാസ്ട്രിക് സെക്രീഷൻ ആണ്. നാലാമത്തത് പെയിൻ ആൻഡ് ഫീവർ, അഞ്ചാമത്തത് റെഗുലേഷൻ ഓഫ് ഗ്യാസ്ട്രിക് സെക്രീഷൻ. ഓക്കെ, റെഗുലേഷൻ ഓഫ് ഗ്യാസ്ട്രിക് സെക്രീഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഇൻ ദാറ്റ് ഫസ്റ്റ് പോയിന്റ്, പ്രോസ്റ്റോഗ്ലാൻഡിൻസ് ഇൻഹിബിറ്റ് ഗ്യാസ്ട്രിക് സെക്രീഷൻ. അതായത് പ്രോസ്റ്റോഗ്ലാൻഡിൻസ് എന്തെയാണ്? ഗ്യാസ്ട്രിക് ആയിട്ടുള്ള ഉൽപാദനത്തെ തടയുകയാണ് ചെയ്യുന്നത്, ഇൻഹിബിറ്റ് ചെയ്യുന്നു. ദെൻ സെക്കൻഡ് പോയിന്റ്, പ്രോസ്റ്റോഗ്ലാൻഡിൻസ് ആർ യൂസ്ഡ് ഫോർ ദ ട്രീറ്റ്മെന്റ് ഓഫ് ഗ്യാസ്ട്രിക് അൾസർ. അതായത് ഈ പ്രോസ്റ്റോഗ്ലാൻഡിനെ നമ്മൾ ഗ്യാസ്ട്രിക് ആയിട്ടുള്ള അൾസേഴ്സിൽ മീൻസ് പുണ്ണ്, ഗ്യാസ്ട്രിക് ആയിട്ടുള്ള അൾസറിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ദെൻ തേർഡ് പോയിന്റ്, പ്രോസ്റ്റോഗ്ലാൻഡിൻസ് സ്റ്റിമുലേറ്റ് പാൻക്രിയാറ്റിക് സെക്രീഷൻ ആൻഡ് ഇൻക്രീസ് ദ മോട്ടിലിറ്റി ഓഫ് ഇൻറ്റസ്റ്റൈൻ വിച്ച് ഓഫൺ കോസ് ഡയറിയ. അതായത് പ്രോസ്റ്റോഗ്ലാൻഡിൻസ് പാൻക്രിയാറ്റിക് സെക്രീഷൻ, അതായത് പാൻക്രിയാസിൽ നിന്നുള്ള ഉൽപാദനത്തെയൊക്കെ അതിൽ നിന്നുള്ള സെക്രീഷനെയൊക്കെ നിയന്ത്രിക്കുന്നുണ്ട്, അതിന്റെ സെക്രീഷനൊക്കെ നിയന്ത്രിക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഇൻറ്റസ്റ്റൈൻ്റെ മോട്ടിലിറ്റി, അതായത് ഇൻറ്റസ്റ്റൈൻ്റെ മോട്ടിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂവ്മെന്റ്, ഇൻറ്റസ്റ്റൈൻ്റെ മൂവ്മെന്റ് കൂട്ടും. അങ്ങനെ ഇൻറ്റസ്റ്റൈൻ്റെ മൂവ്മെന്റ് കൂട്ടുന്നത് വഴി അത് എന്തിന് കാരണമാകും? ഡയേറിയക്കൊക്കെ കാരണമാകും. അതായത് ഇൻറ്റസ്റ്റൈനിലെ മോട്ടിലിറ്റി കൂടുന്നത് വഴി ഡയേറിയ ഉണ്ടാകും.
ഒന്നുകൂടി പറയാം. പ്രോസ്റ്റോഗ്ലാൻഡിൻ സ്റ്റിമുലേറ്റ് പാൻക്രിയാറ്റിക് സെക്രീഷൻ. അതായത് പ്രോസ്റ്റോഗ്ലാൻഡിന് എന്ത് ചെയ്യാണ്, പാൻക്രിയാസിൽ നിന്നുള്ള സെക്രീഷനെയൊക്കെ നിയന്ത്രിക്കുന്നുണ്ട്. പാൻക്രിയാസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സെക്രീഷൻസിനെയൊക്കെ അല്ലെങ്കിൽ പാൻക്രിയാറ്റിക് ആയിട്ടുള്ള ഉൽപാദനങ്ങളെയൊക്കെ നിയന്ത്രിക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഇൻക്രീസ് ദ മോട്ടിലിറ്റി ഓഫ് ഇൻഡസ്റ്റൈൻ. ഇൻഡസ്റ്റൈന്റെ മൂവ്മെന്റിനെ കൂട്ടും, മീൻസ് അതിന്റെ സ്പീഡ് കൂട്ടും. അപ്പം എന്ത് സംഭവിക്കും, വിച്ച് ഓഫൺ കോസ് ഡയേറിയ. അത് ഡയേറിയക്കൊക്കെ കാരണമാകും. ഒന്നുകൂടി പറയാം. ഫിഫ്ത്ത് പോയിന്റ് റെഗുലേഷൻ ഓഫ് ഗ്യാസ്ട്രിക് സെക്രീഷൻ ആണ്. ഇൻ ദാറ്റ് ഫസ്റ്റ് പോയിന്റ് പ്രോസ്റ്റോഗ്ലാൻഡിൻസ് ഇൻഹിബിറ്റ് ഗ്യാസ്ട്രിക് സെക്രീഷൻ. അതായത് പ്രോസ്റ്റോഗ്ലാൻഡിൻസ് എന്താണ്, ഗ്യാസ്ട്രിക് ആയിട്ടുള്ള സെക്രീഷൻസിനെ എല്ലാം ഇൻഹിബിറ്റ് ചെയ്യുകയാണ്, തടയുകയാണ് ചെയ്യുന്നത്. ദെൻ സെക്കൻഡ് പോയിന്റ്, പ്രോസ്റ്റോഗ്ലാൻഡിൻസ് ആർ യൂസ്ഡ് ഫോർ ദ ട്രീറ്റ്മെന്റ് ഓഫ് ഗ്യാസ്ട്രിക് അൾസർ. ഈ പ്രോസ്റ്റോഗ്ലാൻഡിൻസ് നമ്മൾ ഗ്യാസ്ട്രിക് ആയിട്ടുള്ള അൾസേഴ്സിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, മീൻസ് പുണ്ണിനെയൊക്കെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, സ്റ്റമക് അൾസർ അതുപോലെയുള്ള അൾസേഴ്സിനെയൊക്കെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. Then third point, prostaglandins stimulate pancreatic secretion and increase the motility of intestine, which often cause diarrhea. അതായത് പ്രോസ്റ്റോഗ്ലാൻഡിൻസ് പാൻക്രിയാറ്റിക് സെക്രീഷനെയൊക്കെ നിയന്ത്രിക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഇൻഡസ്റ്റൈന്റെ മൂവ്മെന്റിനെ കൂട്ടുന്നുണ്ട്. അങ്ങനെ കൂട്ടുന്നത് വഴി ഡയറിയ ഒക്കെ ഉണ്ടാകും. ക്ലിയർ ആയോ? അഞ്ചാമത്തെ പോയിന്റ് ക്ലിയർ ആയോ? പ്രോസ്റ്റോഗ്ലാൻഡിൻ സ്റ്റിമുലേറ്റ് പാൻക്രിയാറ്റിക് സെക്രീഷൻ. അതായത് പ്രോസ്റ്റോഗ്ലാൻഡിൻ എന്ത് ചെയ്യാണ്, പാൻക്രിയാസിൽ നിന്നുള്ള സെക്രീഷൻസിനെയൊക്കെ, ഉൽപാദനത്തെയൊക്കെ എന്ത് ചെയ്യും, നിയന്ത്രിക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഇൻഡസ്റ്റൈന്റെ മോട്ടിലിറ്റി കൂട്ടും, ഇൻഡസ്റ്റൈന്റെ മൂവ്മെന്റ് കൂട്ടും. അങ്ങനെ ഡയറിയക്ക് കാരണമാകും. ഇൻഡസ്റ്റൈന്റെ മൂവ്മെന്റ് കൂടുന്നതനുസരിച്ച് ഡയറിയ ഉണ്ടാകും. ഇൻഡസ്റ്റൈൻ എന്ന് പറഞ്ഞാൽ സ്മോൾ ഇൻഡസ്റ്റൈൻ, ലാർജ് ഇൻഡസ്റ്റൈൻ, അത് അവിടെയുള്ള മൂവ്മെന്റ് കൂടും. അത് കൂടുന്നത് വഴി ഡയറിയ ഉണ്ടാകും, ഡയറിയക്കൊക്കെ കാരണമാകും. Is it clear? Okay. So നമുക്ക് ആറാമത്തെ പോയിന്റിലോട്ട് പോകാം. സിക്സ്ത് പോയിന്റ്, ഇൻഫ്ലുവൻസ് ഓൺ ഇമ്മ്യൂൺ സിസ്റ്റം. ഇമ്മ്യൂൺ സിസ്റ്റത്തിൽ ഉള്ള സ്വാധീനം അല്ലെങ്കിൽ അതിന്റെ ഇൻഫ്ലുവൻസ് എന്താണെന്ന് നോക്കാം. ഇൻ ദാറ്റ് ഫസ്റ്റ് പോയിന്റ്, macrophages secrete PGE which decreases the immunological functions at B and T lymphocytes. അതായത് മാക്രോഫേജസ് എന്നൊക്കെ കഴിഞ്ഞ വർഷം പഠിച്ചാണ്. മാക്രോഫേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്പെഷ്യലൈസ്ഡ് സെല്ലാണ്, സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സെല്ലാണ്. അതായത് ബാക്ടീരിയനെ ഫാഗോസൈറ്റോസിസ് എന്ന് പറഞ്ഞ പ്രോസസ് വഴിയെല്ലാം വിഴുങ്ങി നശിപ്പിക്കുന്നതിനൊക്കെ സഹായിക്കുന്ന അതുപോലെയുള്ളൊരു സെല്ലാണ് മാക്രോഫേജസ്. അതായത് ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സെൽ എന്ന് ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കുക. ആ മാക്രോഫേജസ് എന്താണ്, സെക്രീറ്റ് PGE which decrease the immunological function at B and T lymphocytes. അതായത് മാക്രോഫേജസ് എന്തിനെ സെക്രീറ്റ് ചെയ്യും, PGE സെക്രീറ്റ് ചെയ്യും. ഇത് എന്തിനു കാരണം, വിച്ച് ഡിക്രീസ് ദ ഇമ്മ്യൂണോളജിക്കൽ ഫങ്ഷൻസ് അറ്റ് B ആൻഡ് T ലിംഫോസൈറ്റ്സ്. അതായത് ഇമ്മ്യൂണോളജിക്കൽ ഫങ്ഷൻസ് നിർവഹിക്കുന്ന രണ്ട് ഘടകങ്ങളാണ് B ആൻഡ് T ലിംഫോസൈറ്റ്സ്. കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. T ആൻഡ് B ലിംഫോസൈറ്റ്സ് ഒക്കെ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. ആ ലിംഫോസൈറ്റ്സ് അതായത് ഇമ്മ്യൂണോളജി മീൻസ് ഇമ്മ്യൂണിറ്റി ആയിട്ട് ബന്ധപ്പെട്ടതാണ്. ഓക്കെ, അതായത് പ്രതിരോധ ശേഷിയായിട്ട് ബന്ധപ്പെട്ട അതിലൊക്കെ ധർമ്മം അല്ലെങ്കിൽ അതിലൊക്കെ പ്രധാന പങ്ക് വഹിക്കുന്ന ലിംഫോസൈറ്റ്സ് ആണ് B ആൻഡ് T ലിംഫോസൈറ്റ്സ്. ആ T ആൻഡ് B ലിംഫോസൈറ്റ്സിന്റെ ഇമ്മ്യൂണോളജിക്കൽ ആയിട്ടുള്ള ഫങ്ഷൻസിനെ കുറയ്ക്കും. അതായത് ഈ മാക്രോഫേജസ് എന്ത് ചെയ്യാണ്, PGE എന്ന് പറഞ്ഞാൽ അതിനെ ആ ഒരു ഘടകത്തെ സെക്രീറ്റ് ചെയ്യുന്നത് വഴി എന്ത് ചെയ്യുകയാണ്, B ആൻഡ് T ലിംഫോസൈറ്റ്സിന്റെ ഇമ്മ്യൂണോളജിക്കൽ ആയിട്ടുള്ള ഫങ്ഷൻസ് കുറയും. ഓക്കെ, ലിംഫോസൈറ്റ്സ് ഒക്കെ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. മോണോസൈറ്റ്, ലിംഫോസൈറ്റ് ഒക്കെ കഴിഞ്ഞ വർഷം പഠിച്ചാണ്. ബ്ലഡിന്റെ ചാപ്റ്ററിലൊക്കെ ഉണ്ട്, നിങ്ങൾ എടുത്തു നോക്കാം. ഓക്കെ, ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കണമെങ്കിൽ കഴിഞ്ഞ വർഷത്തെ അനാട്ടമി എടുത്ത് പഠിക്കാം. ഓക്കെ, ഒന്നുകൂടി പറയാം ആ പോയിന്റ്. മാക്രോഫേജസ് സെക്രീറ്റ് PGE. അതായത് മാക്രോഫേജസ് എന്ന് പറഞ്ഞ ഒരു സ്പെഷ്യലൈസ്ഡ് സെല്ലാണ്. ആ സെല്ല് PGE സെക്രീറ്റ് ചെയ്യും. ഇത് എന്തിനു കാരണമാകും, വിച്ച് ഡിക്രീസസ് ദ ഇമ്മ്യൂണോളജിക്കൽ ഫങ്ഷൻസ് ആറ്റ് B ആൻഡ് T ലിംഫോസൈറ്റ്സ്. അതായത് B, T എന്ന് പറഞ്ഞ ലിംഫോസൈറ്റ്സിലുള്ള ഇമ്മ്യൂണോളജിക്കൽ ഫങ്ഷൻസിനെ കുറയ്ക്കുന്നതിന് കാരണമാകും. ക്ലിയർ ആയോ? ഓക്കെ, then second point, effects on respiratory functions. അതായത് റെസ്പിറേറ്ററി ഫങ്ഷൻസിലും ഇതിന്റെ എഫക്റ്റ് ഉണ്ട്. അതായത് പ്രോസ്റ്റോഗ്ലാൻഡിന്റെ ഇഫക്റ്റ് റെസ്പിറേറ്ററി ഫങ്ഷൻസിലും, അതായത് ശ്വസനവുമായിട്ട് ബന്ധപ്പെട്ട ഫങ്ഷൻസിലും അതിന്റെ ഒരു എഫക്റ്റ് അല്ലെങ്കിൽ അതിന്റെ ഒരു സ്വാധീനം ഉണ്ട്. അതാണ് സെക്കൻഡ് പോയിന്റ് പറയുന്നത്. Then third point, PGE is a bronchodilator. PGE is a bronchodilator. Bronchodilator എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ what you mean by dilation? ആരെങ്കിലും പറ, ഡയലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഓക്കെ, ഗുഡ്.
ഓക്കെ. അതായത് ബ്രോങ്കോ ഡയലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രോങ്കസിന്റെ ഡയലേഷൻ, ബ്രോങ്കസിനെ വികസിപ്പിക്കാൻ സഹായിക്കുന്നതാണ് PGE. വേറസ് PGF എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആക്ട് ആസ് എ കൺസ്ട്രക്ടർ ഓഫ് ബ്രോങ്കിയൽ സ്മൂത്ത് മസിൽസ്. PGE എന്താണ്? ബ്രോങ്കസിനെ വികസിപ്പിക്കുകയാണ് ചെയ്യുന്നത്. PGF എന്താണ്? എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രോങ്കിയൽ സ്മൂത്ത് മസിൽസിനെ കൺസ്ട്രിക്ട് ചെയ്യാണ്, മീൻസ് അതിനെ ചുരുക്കുകയാണ് ചെയ്യുന്നത്. ബ്രോങ്കിയൽ സ്മൂത്ത് മസിൽസിനെ കൺസ്ട്രിക്ട് ചെയ്യാണ് ചെയ്യുന്നത്. നിങ്ങൾ പറയാം PGE is a bronchodilator whereas PGF act as a constrictor of bronchial smooth muscle. അതായത് PGE എന്തായിട്ടാണ് ആക്ട് ചെയ്യുന്നത്? ബ്രോങ്കോ ഡയലറ്റർ ആയിട്ടാണ്, അതായത് ബ്രോങ്കസിനെ വികസിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ. PGF എന്തായിട്ടാണ് പ്രവർത്തിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കൺസ്ട്രിക്ടർ ഓഫ് ബ്രോങ്കിയൽ സ്മൂത്ത് മസിൽസ്, അതായത് ബ്രോങ്കസിലുള്ള സ്മൂത്ത് മസിൽസിനെ കൺസ്ട്രിക്ട് ചെയ്യാണ്, മീൻസ് ചുരുക്കുകയാണ് ചെയ്യുന്നത് PGF. ക്ലിയർ ആയോ? Is it clear? Okay. Then next point, PGE1 and PGE2 are used in the treatment of asthma. PGE1 and PGE2 are used in the treatment of asthma. അതായത് രണ്ട് ഘടകങ്ങളാണ് PGE1 ഉം PGE2 ഉം. ഇത് രണ്ടും എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആസ്മേന്റെ ട്രീറ്റ്മെന്റിന് യൂസ് ചെയ്യുന്നുണ്ട്. PGE1 and PGE2 എന്നൊക്കെ പറഞ്ഞ ഘടകങ്ങൾ ആസ്മേന്റെ ട്രീറ്റ്മെന്റിന് യൂസ് ചെയ്യുന്നുണ്ട്. Is it clear? Clear ആയോ? Okay. Next ഏഴാമത്തെ പോയിന്റ്, ഇൻഫ്ലുവൻസ് ഓൺ റീനൽ ഫങ്ഷൻസ്. സെവൻത് വൺ, ഇൻഫ്ലുവൻസ് ഓൺ റീനൽ ഫങ്ഷൻസ്. അതായത് റീനൽ ഫങ്ഷൻസിലുള്ള, what do you mean by renal? ആരെങ്കിലും? Okay, kidney. Okay, good. Okay, influence on renal function. അതായത് കിഡ്നിയിലുള്ള ഇൻഫ്ലുവൻസ്, കിഡ്നിയിലുള്ള ഇഫക്റ്റ് അല്ലെങ്കിൽ അവിടെയുള്ള സ്വാധീനം എന്താണെന്ന് നോക്കാം. In that, first point, PGE increases glomerular filtration rate and promotes urine output. Okay, first point il parayunnathu PGE increase the glomerular filtration, GFR rate. Okay, അതായത് കഴിഞ്ഞ വർഷം പഠിച്ചാണ് GFR rate എന്താണോ അതിന്റെ വാല്യൂ എന്താണെന്നൊക്കെ പഠിച്ചാണ്, നോർമൽ വാല്യൂ ഒക്കെ പഠിച്ചാണ്. ഈ PGE എന്ത് ചെയ്യാണ്? GFR rate കൂട്ടും, glomerular filtration rate കൂട്ടും, ആൻഡ് പ്രൊമോട്ട്സ് യൂറിൻ ഔട്ട്പുട്ട്. അതുകൂടാതെ തന്നെ യൂറിൻ ഔട്ട്പുട്ടിനെയും എന്തായി പ്രൊമോട്ട് ചെയ്യാൻ സഹായിക്കും. എന്നോട് പറയാം PGE increase GFR rate and promote urine output. GFR rate എന്താന്ന് കഴിഞ്ഞ വർഷം പഠിച്ചാണ്, അതുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. കഴിഞ്ഞ വർഷത്തെ അനാട്ടമി എടുത്ത് നോക്കുക. ഈ GFR റേറ്റിന്റെ നോർമൽ വാല്യൂ ഒക്കെ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചാണ്. ആർക്കെങ്കിലും അറിയോ? നിമൺ? 150. ഓക്കെ, നിങ്ങൾ പോയി കണ്ടുപിടിക്കാം ആ GFR വാല്യൂവിനെ. 125 ml. ഓക്കെ ഓക്കെ ഓക്കെ, എത്തിയിട്ടുണ്ട്. ഓക്കെ, കറക്റ്റ്, നിങ്ങൾ കണ്ടുപിടിക്കുക. ഓക്കെ, PGE ഇൻക്രീസ് GFR റേറ്റ്. PG എന്ത് ചെയ്യാണ്? ഈ GFR റേറ്റിനെ കൂട്ടും, അതുകൂടാതെ തന്നെ യൂറിൻ ഔട്ട്പുട്ടിനെയും പ്രൊമോട്ട് ചെയ്യും. ക്ലിയർ ആയോ ആ പോയിന്റ്? ക്ലിയർ? Okay. Then last point, excretion of sodium and potassium is also increased by PGE. ഈ PGE സാധനത്തിൽ തന്നെ എന്ത് ചെയ്യും? ഈ പൊട്ടാസ്യവും സോഡിയം ഒക്കെ എന്ത് ചെയ്യുക? അതിന്റെ പുറന്തള്ളലും കൂടും PGE സ്വാധീനത്തിൽ. PGE സ്വാധീനത്തിൽ എക്സ്ക്രീഷൻ ഓഫ് സോഡിയവും പൊട്ടാസ്യവും ഒക്കെ കൂടും. അതായത് സോഡിയത്തിന്റെയും പൊട്ടാസ്യത്തിന്റെയും ഒക്കെ പുറന്തള്ളലും കൂടും PGE സ്വാധീനത്തിൽ. Excretion of sodium and potassium is also increased by PGE. Clear ആയോ? Is it clear? Clear ആയോ? Okay. Excretion of sodium and potassium is also increased by PGE. അതായത് സോഡിയത്തിന്റെയും പൊട്ടാസ്യം ഒക്കെ ഇതിന്റെ എല്ലാം പുറന്തള്ളൽ കൂടും എന്തിന്റെ സ്വാധീനത്തില്? PGE സ്വാധീനത്തിൽ. ക്ലിയർ ആയോ? ഓക്കെ.
Then eighth one, effects on metabolism. Effects on metabolism. Metabolismത്തിലുള്ള effects എന്താന്ന് നോക്കാം. In that first point, prostaglandins influence certain metabolic reactions. അതായത് പ്രോസ്റ്റോഗ്ലാൻഡിന്റെ സ്വാധീനം ഒരുപാട് മെറ്റബോളിക് റിയാക്ഷൻസിലും ഉണ്ട്. സർട്ടൈൻ മെറ്റബോളിക് റിയാക്ഷൻസിലും പ്രോസ്റ്റോഗ്ലാൻഡിന്റെ സ്വാധീനം ഉണ്ട്. PGE decreases second point, PGE decreases lipolysis. First point, prostaglandins influence certain metabolic reactions. അതായത് പ്രോസ്റ്റോഗ്ലാൻഡിൻ മെറ്റബോളിക് ആയിട്ടുള്ള റിയാക്ഷൻസിൽ ഒരു സ്വാധീനം ചെലുത്തുന്നുണ്ട്. ഓക്കെ, അതാണ് ഒന്നാമത്തെ പോയിന്റിൽ പറയുന്നത്. ഓക്കെ, അതായത് പ്രോസ്റ്റോഗ്ലാൻഡിൻസ് ഇൻഫ്ലുവൻസ് സർട്ടൈൻ മെറ്റബോളിക് റിയാക്ഷൻസ്. അതായത് മെറ്റബോളിക് റിയാക്ഷൻസിലും പ്രോസ്റ്റോഗ്ലാൻഡിന്റെ ഒരു സ്വാധീനം ഉണ്ട്. ക്ലിയർ ആയോ? ഓക്കെ, രണ്ടാമത്തെ പോയിന്റ്, PGE decreases lipolysis. PGE decreases lipolysis. Lipolysis എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രേക്ക് ഡൗൺ ഓഫ് ഫാറ്റ് ആണ്. അതായത് ബ്രേക്ക് ഡൗൺ ഓഫ് ഫാറ്റ് ബ്രേക്ക് ഡൗൺ ആയിട്ട് ഫാറ്റി ആസിഡ് ഒക്കെ ആവുന്ന ഒരു പ്രോസസ്സിനാണ് ലിപ്പോലൈസിസ് എന്ന് പറയുന്നത്. ഫാറ്റ് ബ്രേക്ക് ഡൗൺ ആയിട്ട് ഫാറ്റി ആസിഡ് ആവും, അതിനാണ് ലിപ്പോലൈസിസ് എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ട് പറഞ്ഞതാണ്, ഇതൊരു വലിയൊരു പ്രോസസ്സാണ്. സിമ്പിൾ ആയിട്ട് പറഞ്ഞതാണ് ബ്രേക്ക് ഡൗൺ ഓഫ് ഫാറ്റ് ഇൻറ്റു ഫാറ്റി ആസിഡ്സ്. അതായത് ഫാറ്റി ആസിഡ്സ് ഒക്കെ ആയിട്ട് ബ്രേക്ക് ഡൗൺ ആവുന്ന ആ ഒരു പ്രോസസ്സിനാണ് ലിപ്പോലൈസിസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ PGE എന്ത് ചെയ്യാണ്? PGE ഡിക്രീസസ് ലിപ്പോലൈസിസ്. PGE എന്ത് ചെയ്യാണ്? ലിപ്പോലൈസിസിനെ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഫാറ്റി ആസിഡ് ആയി മാറുന്ന പ്രോസസ്സിനെ കുറയ്ക്കുന്നു. ദെൻ ഇൻക്രീസ് ഗ്ലൈക്കോജൻ ഫോർമേഷൻ. ഗ്ലൈക്കോജന്റെ ഫോർമേഷൻ എന്ത് ചെയ്യാണ്? കൂട്ടുന്നു. ആൻഡ് പ്രൊമോട്ട്സ് കാൽസ്യം മൊബിലൈസേഷൻ. അതുകൂടാതെ തന്നെ എന്ത് ചെയ്യാണ്? കാൽസ്യത്തിന്റെ മൂവ്മെന്റിനെയും കൂട്ടുന്നു, പ്രൊമോട്ട് ചെയ്യുന്നു. അതിനെയും പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. എന്നോട് പറയാം, PGE ഡിക്രീസസ് ലിപ്പോലൈസിസ്. അതായത് PGE എന്ത് ചെയ്യാണ്? ലിപ്പോലൈസിസിനെ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അതാണ്. ദെൻ ഇൻക്രീസ് ഗ്ലൈക്കോജൻ ഫോർമേഷൻ. പക്ഷെ എന്താണ്? ഗ്ലൈക്കോജൻ ഫോർമേഷനെ കൂട്ടുന്നു. ആൻഡ് പ്രൊമോട്ട്സ് കാൽസ്യം മൊബിലൈസേഷൻ. അതുകൂടാതെ തന്നെ കാൽസ്യം മൊബിലൈസേഷൻ മൂവ്മെന്റ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. കാൽസ്യത്തിന്റെ മൂവ്മെന്റിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ലിപ്പോലൈസിസ് എന്ന് പറഞ്ഞാൽ ബ്രേക്ക് ഡൗൺ ഓഫ് ഫാറ്റ്സ് ഇൻറ്റു ഫാറ്റി ആസിഡ്സ്, ആ ഒരു പ്രോസസ്സാണ്. അതിനെ കുറയ്ക്കുന്നുണ്ട്. പിന്നെ ഗ്ലൈക്കോജന്റെ ഫോർമേഷനെ കൂട്ടുന്നുണ്ട്. പിന്നെ കാൽസ്യത്തിന്റെ മൂവ്മെന്റിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആയോ? ഓക്കെ, ദെൻ ninth one, അതായത് ലാസ്റ്റ് വൺ. ninth one, platelet aggregation and thrombosis. ninth one, platelet aggregation and thrombosis. Okay, platelet aggregation എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ clumping together of platelets in blood. അതായത് clumping together of platelets in blood. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കുക. അതായത് പ്ലേറ്റ്ലെറ്റ്സ് കൂട്ടമായിട്ട് എന്താ പറയുക, കൂട്ടമായിട്ട് മാറുന്നതിനാണ് അഗ്രിഗേഷൻ എന്ന് പറയുന്നത്. മീൻസ് പ്ലേറ്റ്ലെറ്റ്സിന്റെ ബ്ലഡിൽ പ്ലേറ്റ്ലെറ്റ്സ് കൂട്ടമായിട്ട് മാറുന്നതിനാണ് അഗ്രിഗേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, കൂട്ടമായിട്ട് ശേഖരിക്കപ്പെടുന്നതിനെ ക്ലംപ് ചെയ്യുന്നതിനെയാണ് അഗ്രിഗേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, പ്ലേറ്റ്ലെറ്റ് അഗ്രിഗേഷൻ ആൻഡ് ത്രോംബോസിസ് എന്താണെന്ന് നോക്കാം. അതിൽ വരുന്ന പോയിന്റ്സ്. ഫസ്റ്റ് പോയിന്റ്, thromboxanes and prostaglandins promote platelet aggregation and blood clotting that may lead to thrombosis. അതായത് thromboxane എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ a substance made by platelet ഉണ്ടാക്കുന്ന ഒരു ഘടകമാണ് thromboxane എന്ന് പറയുന്ന ഒരു ഘടകം. a substance made by platelet. ഓക്കെ, അതായത് പ്ലേറ്റ്ലെറ്റിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു ഘടകമാണ് thromboxane and prostaglandins promote platelet aggregation. അതായത് ഈ ത്രോംബോക്സൈനും അതുപോലെ തന്നെ പ്രോസ്റ്റോഗ്ലാൻഡിൻ എന്ത് ചെയ്യാണ്? പ്ലേറ്റ്ലെറ്റ് അഗ്രിഗേഷനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. പ്ലേറ്റ്ലെറ്റ് അഗ്രിഗേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞു, മീൻസ് പ്ലേറ്റ്ലെറ്റ്സ് എല്ലാം ഒരുമിച്ച് ബ്ലഡിൽ കൂട്ടമായിട്ട് ശേഖരിക്കപ്പെടുന്നതിനാണ് അഗ്രിഗേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ തന്നെ ബ്ലഡ് ക്ലോട്ടിങ്ങിനെയും രക്തം കട്ട പിടിക്കുന്നതിനെയും പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അത് എന്തിലോട്ട് നയിക്കുകയാണ്? ത്രോംബോസിസിലോട്ട് നയിക്കുകയാണ്. ദാറ്റ് മൈറ്റ് ലീഡ് ടു ത്രോംബോസിസ്. ത്രോംബോസിസ് എന്ന് പറഞ്ഞാൽ ഫോർമേഷൻ ഓഫ് ബ്ലഡ് ക്ലോട്ട്, അതായത് രക്തക്കട്ട രൂപം കൊള്ളുന്നതിന് കാരണമായിട്ട് മാറുകയാണ്. എന്നിട്ട് പറയാം പോയിന്റ്, thromboxanes and prostaglandins promote
platelet aggregation and blood clotting that might lead to thrombosis. Thromboxane എന്ന് പറഞ്ഞ ഘടകം നിങ്ങൾ സ്പെല്ലിംഗ് ഒക്കെ വാട്സപ്പിൽ നിന്ന് എഴുതിയെടുക്കുക. Thromboxane എന്ന് പറഞ്ഞ ഘടകം ഒരു പ്ലേറ്റ്ലെറ്റ്സ് നിന്നും ഉണ്ടാകുന്ന ഒരു ഘടകമാണ് thromboxane. ഈ thromboxaneും അതുപോലെ തന്നെ പ്രോസ്റ്റോഗ്ലാൻഡിനെ എന്ത് ചെയ്യുകയാണ്, ഈ പ്ലേറ്റ്ലെറ്റ് അഗ്രിഗേഷനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. പ്ലേറ്റ്ലെറ്റ് അഗ്രിഗേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലേറ്റ്ലെറ്റ്സിനെ ബ്ലഡിൽ ഒരുമിച്ച് കൂട്ടമാക്കുന്നതിന് സഹായിക്കുന്നുണ്ട്, അതിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യാണ്, അതുകൂടാതെ തന്നെ ബ്ലഡ് ക്ലോട്ടിങ്ങിനെയും സഹായിക്കുന്നുണ്ട്. ഇത് രണ്ടും എന്തിലോട്ട് നയിക്കുകയാണ്, രക്തക്കട്ട രൂപം കൊള്ളുന്നത്, അതായത് ബ്ലഡ് ക്ലോട്ടിന്റെ ഫോർമേഷന് സഹായിക്കുകയാണ്. ത്രോംബോസിസ് എന്ന് പറഞ്ഞാൽ ഫോർമേഷൻ ഓഫ് ബ്ലഡ് ക്ലോട്ടിന് സഹായിക്കുകയാണ്. ത്രോംബോസിസ് എന്ന് പറഞ്ഞാൽ ഫോർമേഷൻ ഓഫ് ബ്ലഡ് ക്ലോട്ട്. ഈ രണ്ട് പ്രക്രിയ വഴി എന്ത് ചെയ്യാണ്, ബ്ലഡ് ക്ലോട്ട് ഉണ്ടാവുകയാണ്. അതായത് പ്ലേറ്റ്ലെറ്റ് അഗ്രിഗേഷനും ബ്ലഡ് ക്ലോട്ടിങ്ങും എന്തിലോട്ട് നയിക്കും, ത്രോംബോസിസിലോട്ട് നയിക്കും. ഓക്കെ, അങ്ങനെ ബ്ലഡ് അതായത് രക്തക്കട്ട രൂപം കൊള്ളും, അല്ലെങ്കിൽ ബ്ലഡ് ക്ലോട്ട് ഫോം ചെയ്യും. അതാണ് ഒന്നാമത്തെ പോയിന്റിൽ പറയുന്നത്. എന്നോട് പറയാം, ത്രോംബോക്സിൻസ് ആൻഡ് പ്രോസ്റ്റോഗ്ലാൻഡിൻസ് പ്രൊമോട്ട് പ്ലേറ്റ്ലെറ്റ് അഗ്രിഗേഷൻ ആൻഡ് ബ്ലഡ് ക്ലോട്ടിംഗ് ദാറ്റ് മൈറ്റ് ലീഡ് ടു ത്രോംബോസിസ്. ത്രോംബോസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലേറ്റ്ലെറ്റിൽ നിന്നുണ്ടാകുന്ന ഒരു ഘടകമാണ്. ഈ ആ ഒരു ഘടകവും അതുപോലെ തന്നെ പ്രോസ്റ്റോഗ്ലാൻഡിനെ എന്ത് ചെയ്യാണ്, പ്ലേറ്റ്ലെറ്റിനെ രക്തത്തിൽ ഒരുമിച്ച് കൂട്ടമായിട്ട് ശേഖരിക്കും. അതുകൂടാതെ തന്നെ രക്തം കട്ട പിടിക്കുന്നതിലോട്ടും നയിക്കും. അങ്ങനെ ഇത് ഈ രണ്ട്, അതായത് പ്ലേറ്റ്ലെറ്റ് അഗ്രിഗേഷനും ബ്ലഡ് ക്ലോട്ടിങ്ങും വഴി എന്ത് ചെയ്യാണ്, ത്രോംബോസിസ് ലോട്ട് നയിക്കും. ത്രോംബോസിസ് എന്ന് പറഞ്ഞാൽ രക്തക്കട്ട, ഫോർമേഷൻ ഓഫ് ബ്ലഡ് ക്ലോട്ട്, രക്തക്കട്ട രൂപം കൊള്ളുന്നതിന് കാരണമാകും. അതാണ് ഒന്നാമത്തെ പോയിന്റ് പറയുന്നത്. ഇസ് ഇറ്റ് ക്ലിയർ? Is it clear? Clear? Okay. Then second point, prostacyclins inhibit the platelet aggregation. Prostacyclins inhibit the platelet aggregation. Prostacyclin എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ a compound of the prostaglandin type produced in the arterial walls which function as a സോന എന്തേലും പറഞ്ഞോ? ഓക്കെ, അതായത് പ്രോസ്റ്റോസൈക്ലിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ കോമ്പൗണ്ട് ഓഫ് ദ പ്രോസ്റ്റാഗ്ലാൻഡിൻ ടൈപ്പ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ ആർട്ടീരിയൽ വാൾസ് വിച്ച് ഫങ്ഷൻ ആസ് ആൻ ആന്റികോയാഗുലന്റ് ആൻഡ് വാസോഡൈലേറ്റർ. അതായത് പ്രോസ്റ്റോസൈക്ലിൻ എന്ന് പറഞ്ഞിട്ടുള്ള അതൊരു എന്താ പറയുക, പ്രോസ്റ്റോഗ്ലാൻഡിന്റെ തന്നെ ഒരു ടൈപ്പാണ്. ഓക്കെ, അതിന്റെ ആ ടൈപ്പിൽ വരുന്ന ഒരു ഘടകമാണ്, പ്രോസ്റ്റോഗ്ലാൻഡിൻ ടൈപ്പിൽ വരുന്ന ഒരു ഘടകമാണ് പ്രോസ്റ്റോസൈക്ലിൻ. ഓക്കെ, ഇത് പ്രൊഡ്യൂസ് ആകുന്നത് ആർട്ടറിന്റെ വാൾസിലാണ്, ഭിത്തികളിലാണ്. ഇതിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആന്റി കൊയാഗുലന്റ് ആയിട്ട് അല്ലെങ്കിൽ വാസോ ഡയലേറ്റർ ഒക്കെ ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഈ പ്രോസ്റ്റോസൈക്ലിൻ എന്ത് ചെയ്യുകയാണ്, പ്രോസ്റ്റോസൈക്ലിൻസ് ഇൻഹിബിറ്റ് ദ പ്ലേറ്റ്ലെറ്റ് അഗ്രിഗേഷൻ, അതായത് പ്ലേറ്റ്ലെറ്റ് അഗ്രിഗേഷനെ തടയുകയാണ് ചെയ്യുന്നത് പ്രോസ്റ്റോസൈക്ലിൻ എന്ന് പറഞ്ഞ ഘടകം. അതാണ് രണ്ടാമത്തെ പോയിന്റ് പറയുന്നത്, പ്രോസ്റ്റോസൈക്ലിൻസ് ഇൻഹിബിറ്റ് ദ പ്ലേറ്റ്ലെറ്റ് അഗ്രിഗേഷൻ. അതായത് പ്രോസ്റ്റോസൈക്ലിൻ എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞതാണ്. പ്രോസ്റ്റോസൈക്ലിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോസ്റ്റോഗ്ലാൻഡിന്റെ തന്നെ ടൈപ്പിൽ വരുന്ന ഒരു ഘടകമാണ്. അത് ആർട്ടറിന്റെ വാൾസിലാണ് പ്രൊഡ്യൂസ് ആകുന്നത്. ഇതൊരു ആന്റി കൊയാഗുലന്റ് ആയിട്ട് അല്ലെങ്കിൽ വാസോഡൈലേറ്റർ ഒക്കെ ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണ് ഇതിന് ഉള്ളത്. ഇസ് ഇറ്റ് ക്ലിയർ? ക്ലിയർ ആയോ? ഓക്കെ, ഇത്രയാണ് പ്രോസ്റ്റോഗ്ലാൻഡിന്റെ ഫിസിയോളജിക്കൽ എഫക്റ്റ്. ഇന്നടുത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ലാസ്റ്റ് പോയിന്റ്. ഓക്കെ, പ്രോസ്റ്റോസൈക്ലിൻസ് ഇൻഹിബിറ്റ് ദ പ്ലേറ്റ്ലെറ്റ് അഗ്രിഗേഷൻ. അതായത് പ്രോസ്റ്റോസൈക്ലിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്നാണ് ഞാൻ ഇവിടെ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി സൂചിപ്പിച്ചാൽ, നിങ്ങൾ ഇങ്ങനെ തന്നെ പഠിച്ചാൽ മതി. പ്രോസ്റ്റോസൈക്ലിൻസ് ഇൻഹിബിറ്റ് ദ പ്ലേറ്റ്ലെറ്റ് അഗ്രിഗേഷൻ. പ്രോസ്റ്റോസൈക്ലിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോസ്റ്റോഗ്ലാൻഡിന്റെ ഒരു ഘടകം, അതിന്റെ ടൈപ്പിൽ വരുന്ന ഒരു ഘടകമാണ്. ആ ഘടകം ആർട്ടറി വാൾസിലാണ് പ്രൊഡ്യൂസ് ആകുന്നത്. അതിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആന്റി കൊയാഗുലന്റ് ആയിട്ടും അതുപോലെ തന്നെ വാസോ ഡയലേറ്റർ ഒക്കെ ആയിട്ട് നിലകൊള്ളുകയാണ് അതിന്റെ ഫംഗ്ഷൻ. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് അത് എന്ത് ചെയ്യുന്നത്, പ്ലേറ്റ്ലെറ്റ് അഗ്രിഗേഷനെ ഇൻഹിബിറ്റ് ചെയ്യുന്നത്. പ്ലേറ്റ്ലെറ്റ് അഗ്രിഗേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലേറ്റ്ലെറ്റ്സിനെ രക്തത്തിൽ ഒരുമിച്ച് ശേഖരിച്ചു വെക്കുന്നത്, അല്ലെങ്കിൽ ഒരുമിച്ച് ഒന്നിച്ച് ചേർക്കുന്നതിനെയാണ് പ്ലേറ്റ്ലെറ്റ് അഗ്രിഗേഷൻ. അതിനെ തടയുകയാണ് ഈ പ്രോസ്റ്റോസൈക്ലിൻ ചെയ്യുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എനി ഡൗട്ട്? ഇല്ല.
ഓക്കെ, എങ്കിൽ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, 1 മണിക്ക് നമുക്ക് ബയോകെമിസ്ട്രി ക്ലാസ് ഉണ്ടായിരിക്കും. ഓക്കെ, താങ്ക് യു.